വിചാരണയ്ക്ക് നമ്മൾ വിജയിച്ചവരായി. രണ്ടാമത് സ്ത്രീയെ വിചാരണ നടത്തപ്പെടുമ്പോൾ പെണ്ണെ നീ മകളായി കഴിഞ്ഞാൽ പിന്നെ നീയാകാൻ പോകുന്നത് ഭാര്യയാണ്. ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന പെണ്ണായി മാറാൻ പോവുകയാണ്. ഇന്നലെ വരെ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാ, അതെല്ലാം നിന്റെ ഭർത്താവിന് വേണ്ടി മറക്കുകയാ, മാറ്റിവെക്കുകയാ. അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെയും പ്രയാസങ്ങളെയും നേരിടാ മനസ്സ് കാണിച്ചത്. എന്തുകൊണ്ടാ? ഇനി എല്ലാം എനിക്ക് എന്റെ അലിയാര് തങ്ങളാണെന്ന് ചിന്തയുള്ളത് കൊണ്ടാണ്. ആ ചിന്ത വരുന്ന പെണ്ണിനെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിക്കാഹ് കഴിക്കണം കേട്ടോ. ആ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. 18 വയസ്സുവരെ വളർത്തിയ ഒരു മോളെ 30 ദിവസം കൊണ്ടൊരു ചെറുപ്പക്കാരൻ ലൈനടിച്ച് കെട്ടിയെന്ന് ചിന്തിക്കുക. ഒളിച്ചോട് പെണ്ണിറങ്ങി വന്ന് ഉമ്മായും വാപ്പായും മറന്നുകൊണ്ട് ഇറങ്ങി വന്നു. 18 വയസ്സുവരെ വളർത്തിയ ഉമ്മായെ ഉപ്പായെ ചവിട്ടിക്കളയാനുള്ള ഒരു മനസ്സ് ആ പെണ്ണിന് വന്നെങ്കിൽ പിന്നെ 2-3 കൊല്ലം നിന്റോടെ ജീവിച്ചിട്ട് നിന്നെ കളയാൻ മനസ്സുണ്ടാവൂല്ലേ? ഉണ്ടാവൂലേ? പിന്നെന്തിനാണ് ആ പാടിന് പോകുന്നത്? വെറുതെ ഇരുന്നാൽ പോലെ. ചുമ്മാ മൊബൈലിനകത്ത് മറക്കുവാനാകില്ല, മരിക്കാനുമാവില്ല, സഖിനീയില്ലാതെ ജീവിതത്തിൽ എന്ന് പാടി മൊബൈലിനകത്ത് പാട്ടും പിടിച്ചിട്ടുണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. സംഭവം ഏത് സമയത്താണ് പെണ്ണ് തിരിയുന്നത് എന്നറിയാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ഈമാനുള്ള, അടുക്കും ചിട്ടയുമുള്ള, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണായിരിക്കണം നിന്റെ ഭാര്യ. അങ്ങനെയായാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹാ. ദുനിയാവിൽ അള്ളാഹു വെച്ചിരിക്കുന്ന വിലപ്പെട്ട നിധി കൂമ്പാരങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടത് സോലിഹത്തായ ഭാര്യ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ, നമ്മുടെ ഭാര്യമാരെ സോലിഹീങ്ങളാക്കി തരട്ടെ. നല്ല ആവേശത്തിൽ ആമീൻ പറയാ. താല്പര്യം ഇല്ലേ ഇപ്പൊ? വിവാഹം കഴിക്കാത്തവരാണ് നല്ല ആമീൻ പറഞ്ഞു. ഉസ്താദേ ദുആ ചെയ്തു, അല്ലാഹുവേ കഷ്ടപ്പെടാൻ വയ്യ ഉസ്താദേ, ഇപ്പൊ തന്നെ നമ്മൾ നടക്കണമല്ല, കഷ്ടപ്പാടില്ല അല്ലെ? ഉപ്പാപ്പമാരൊക്കെ നല്ല ഉഷാറിൽ ആമീൻ പറഞ്ഞു. കാരണം എന്താ? എങ്ങനെയെങ്കിലും മരിക്കണതിന് മുമ്പ് ചവിട്ട് കൊള്ളാതെ മരിക്കാലോ എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇന്ന് ആണുങ്ങളെക്കാലം കരോട്ടം കളിയൊക്കെ പഠിച്ചത് സ്ത്രീകളാണ്. വളരെ അഭ്യാസികളാണ്. ഒരു കണക്കിന് നല്ലത് തന്നെയാണ്, ഒരു കണക്കിനാണ്. വേറൊരു കണക്കുണ്ട്, അതെപ്പോ പറയണേ. അപ്പൊ ഭാര്യമാരെ കുറിച്ച് ഞാൻ ഒരുപാട് പറയണ്ട. എങ്കിലും ഒരേ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട്, പിന്നെ ഭാര്യയായ നിന്നോട് അല്ലാഹു നാളെ വിചാരണ നടത്തപ്പെടുമ്പോൾ ആ വിചാരണയിൽ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് വിചാരണ നടത്താ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാ. അയ്യുമായും റാത്തിൻ മാത്തതു വസൗജുഹാ അൻഹാറാദും ദഖലത്തിൽ ജന്നാ. ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കുന്ന പെണ്ണേരാ, ആ പെണ്ണിന് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ പൊരുത്തമെന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവിനെ നിന്റെ ആങ്ങളമാരെ കൊണ്ട് വിരട്ടി നിർത്തുന്നതല്ല പൊരുത്തമെന്ന് പറയുന്നത്. ഞാനെന്ത് ചെയ്താലും നിങ്ങളൊന്നും പറയാ പാടില്ല എന്ന് പറഞ്ഞ് വരച്ച വരയിൽ ഭർത്താവിനെ വളർത്തുന്നതല്ല പൊരുത്തമെന്ന് പറയുന്നത്. പിന്നെയോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭർത്താവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലൗ സാല മൻഹറാഹു ദമം വഖൈഹാ വലഹസതുഹു ബിലിസാനിഹാ. നിന്റെ ഭർത്താവിന്റെ കൈകാലിൽ നിന്ന് വ്രണം വന്നിട്ടത് പൊട്ടി ഒഴുക്കുന്ന ചീഞ്ചലമില്ലേ പെണ്ണേ, നിന്റെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ ഭർത്താവിനോടുള്ള കടമ തീരുന്നില്ല. ഇത് വൈലിത്തറ ഉസ്താദ് മുതൽ അവസാനം വന്നു നിൽക്കുന്ന പ്രവാചകന്മാര് വരെയുള്ള സർവ്വ ഉസ്താദുമാരും പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടതാ. പക്ഷേ ഇന്ന് 3 മാസം കഴിയുമ്പോ കുടുംബ കോടതിയിലല്ലേ
ഒരുപാട് പൊന്നും പണ്ടവും കൊടുത്ത് കെട്ടിച്ചവന്റെ മോളല്ലേ കുടുംബ കോടതിക്കകത്തിരുന്ന് വിയർക്കുന്നതല്ലോ. ആകാശത്തിൽ വെച്ച് കല്യാണം നടത്തുന്ന, ഭൂമിക്കടിയിൽ വെച്ച് കല്യാണം നടത്തുന്ന, കപ്പലിന്റെ അകത്ത് വെച്ച് കല്യാണം നടത്തുന്ന, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ട് കല്യാണം നടത്തുന്ന, സുബ്ഹാനല്ലാഹ്, 3 കോടി രൂപയുടെ ഭക്ഷണം കൊടുത്ത ഒരു കല്യാണത്തെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് എനിക്കറിയാൻ സാധിച്ചു. അല്ലാഹുവേ, ഈ സമുദായത്തിന്റെ അനാഥ മക്കളുടെ, അഗതിയാര മക്കളുടെ കണ്ണീര് നമുക്ക് നാശമാവല്ല അല്ലോ. അതുകൊണ്ട് സഹോദരിമാരെ, നാളെ പടച്ച റബ്ബ് നിന്നോട് ഭാര്യ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഭർത്താവിന്റെ പൊരുത്തം നേടിയെന്ന് ചോദിക്കുമ്പോ, ഭർത്താവില്ലാത്ത രാത്രിയിൽ കാമുകന് മിസ്കോൾ അടിച്ച, ഫേസ്ബുക്കിലൂടെ കാമുകന്മാരെ അന്വേഷിച്ച, പൂരപ്പറമ്പിൽ ആന എഴുന്നള്ളത്തും കുതിരച്ചാട്ടവും നടക്കുമ്പോ കാമുകന്റെ ഫോണിൽ വിളിച്ചിട്ട് അവിടെ വരുമോ, കടയുടെ മുന്നിൽ വരുമോ, പള്ളിപ്പറമ്പിൽ വരുമോ, ആനയുടെ പുറകിൽ വരുമോ എന്ന് പറഞ്ഞിട്ട് കറങ്ങാ മനസ്സ് വെച്ച പെണ്ണേ, അള്ളാന്റെ കോടതിയില് നിന്നെ വലിച്ചെറിയുന്നൊരു നരകത്തിന്റെ അടിത്തട്ടിലാ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, വേദനിക്കുക, ഭർത്താവിനെ നൊമ്പരപ്പെടുത്തല്ലേ, ഭർത്താവിനെ പ്രയാസപ്പെടുത്തല്ലേ, ഭർത്താവിനെ സങ്കടപ്പെടുത്തല്ലേ.